കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം മാറിയെന്നും നിക്ഷേപകർക്ക് ധൈര്യമായി കടന്നുവരാമെന്നും വ്യവസായിയായ സുബിൻ കുമാരൻ അമേരിക്കയിലും ഗൾഫ് മേഖലയിലും ഷിപ്പിംഗ് ലോജിസ്റ്റിക് കമ്പനി നടത്തുകയാണ്. സുബിൻ വിഴിഞ്ഞം കേന്ദ്രീകരിച്ചാണ് സുബിന്റെ കമ്പനിയായ കിയാൻ ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് നിക്ഷേപം നടത്തുക. യുഎസിൽ നിന്നുള്ള നിക്ഷേപകൻ, അദ്ദേഹം മലയാളിയാണ്, സുബിൻ കുമാരൻ, അദ്ദേഹം ചേരുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു വരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ലോജിസ്റ്റിക്സ്. അതിന്റെ ഒരു സാധ്യതകൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പൊതുവിൽ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ പറയുന്നത്, ലേബർ വിഷയങ്ങൾ പറയാറുണ്ട്, സമരങ്ങൾ വരാറുണ്ട്, അങ്ങനെ പല അന്തരീക്ഷം, പ്രത്യേകിച്ച് ചുവപ്പ് നാട എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒരു ഭയം തോന്നുന്നുണ്ട്. എന്താണ് ഞാൻ എന്റെ കൂടെ ഹ്യൂസ്റ്റണിൽ നിന്ന് ഞങ്ങളൊരു ടീം തന്നെയാണ് ഇവിടെ എല്ലാ ഓയിൽ ഫീൽഡിൽ ഇൻഡസ്ട്രിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാ. ഇവര് ഈ ഒരു ബിസിനസ് മീറ്റ്, ഇങ്ങനെയുള്ള ബിസിനസ് മീറ്റ് വന്നപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് റിക്വസ്റ്റ് ചെയ്തു. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ മുന്നിൽ കണ്ടിട്ടില്ല. നമ്മൾ ആവശ്യമുള്ള പ്രൊഫഷണൽസിന് കിട്ടുന്ന ഒരു സ്ഥലം ഇതാണ്. ഇപ്പോൾ IT മേഖലയിലായാലും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് എപ്പോഴും നല്ലൊരു കമ്പനിക്ക് റൺ ചെയ്യാൻ നല്ല വർക്കേഴ്സ് അല്ല കൊളീഗ്സ് വേണം. അതിനുള്ള ബെസ്റ്റ് സ്ഥലം നമ്മുടെ കേരളമാണ്. ആയാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വലിയ പ്രതീക്ഷയും എല്ലാം തന്നെയാണ്. കാരണം ആത്മവിശ്വാസത്തോടെ കടന്നു വരാം കേരളത്തിലേക്ക് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ധനേഷൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. 100 ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ മലബാർ സിമന്റ്സ് വാടകയ്ക്കെടുത്ത സ്ഥലത്തായിരിക്കും യൂണിറ്റ് എന്നും ടാറ്റ പ്രതിനിധികൾ അറിയിച്ചു. സിൽവർ ലൈൻ കേന്ദ്ര സർക്കാരിന് നടപ്പാക്കേണ്ടി വരുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റേത് പോസിറ്റീവായ സമീപനമാണ്. അതിവേഗ പാതകൾക്കായി രാഷ്ട്രീയത്തിനതീതമായി നിലകൊള്ളണമെന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു. മൈസൂർ, ബാംഗ്ലൂർ, ചെന്നൈ അതിവേഗ റെയിൽപാത ഉടൻ തന്നെ ആരംഭിക്കും എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ വഴി ചെന്നൈക്ക് എത്താൻ പറ്റും. യാത്രാ സൗകര്യം വളരെ പ്രധാനമാണ്. കേരളത്തിൽ വന്ദേ ഭാരതിലാണല്ലോ നിങ്ങളൊക്കെ ഇപ്പോൾ പോകുന്നത്. ഒരു പോസിറ്റീവായ സമീപനമാണ് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞത്. കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള അതിവേഗ ട്രെയിനുകൾ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് രാഷ്ട്രീയത്തിന് അതീതമായി അത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം തയ്യാറാവണം. അത് നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ പൂർവികർ പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഈ സൗകര്യങ്ങളെപ്പറ്റി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 10, 50, 100 വർഷം കഴിഞ്ഞുള്ള കേരളത്തെ പറ്റി കൂടി കാഴ്ചപ്പാട് കൊണ്ടുകൊണ്ടാണ്. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റുകളുടെ, ചുമതല വഹിക്കുന്ന ബ്യൂറോക്രാറ്റുകളുടെ, പത്രപ്രവർത്തകരുടെ ഉൾപ്പെടെ കടമയാണ്. ആഗോള നിക്ഷേപ സംഗമം കേരളത്തിന്റെ ഭാവിയാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എങ്കിലും കേരളം ഒന്നിച്ചു നിൽക്കുന്നുവെന്നാണ് ആഗോള നിക്ഷേപ സംഗമത്തിന്റെ പ്രത്യേകതയെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിന്റെ മുൻകാല ചരിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു നില ഈ ആഗോള സംഗമത്തിൽ പ്രകടമായിട്ടുണ്ട്. കേരളത്തിന്റെ ഭാവിയെ കണക്കാക്കി, കേരളത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ജനങ്ങളുടെ സംരക്ഷണമാണ്. കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണമാണ്. അവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം,